ഇവിടെ പീറ്റർ അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ ചിത്രങ്ങൾ രഹസ്യമായി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ഒരു വിഷമുള്ള ചിലന്തി വലയിൽ നിന്ന് താഴെയിറങ്ങി പീറ്ററിന്റെ കയ്യിൽ കടിച്ചു. പീറ്ററിന് അസഹനീയമായ വേദന അനുഭവപ്പെട്ടെങ്കിലും അത് അയാൾ കാര്യമാക്കിയില്ല. എന്നിട്ട് വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയ ഉടൻ തന്നെ അയാൾ കട്ടിലിൽ വീണു. ചിലന്തിയുടെ വിഷം ശരീരമാകെ പടർന്നു. ശരീരം തണുത്തു കുടയ്ക്കാൻ തുടങ്ങി. വിഷം പീറ്ററിന്റെ DNA പോലും മാറ്റാൻ തുടങ്ങി. കുറച്ചു സമയത്തിന് ശേഷം ബോധം വന്നപ്പോൾ അയാൾക്ക് കണ്ണട വെച്ച് മങ്ങിയ കാഴ്ചയും കണ്ണടയില്ലാതെ വ്യക്തമായ കാഴ്ചയും ലഭിച്ചു. അതിലുപരിയായി അയാളുടെ ശരീരം മുൻപത്തേക്കാൾ വളരെ മികച്ചതും ചടലവുമായി മാറിയിരുന്നു. ഇതിനുശേഷം പീറ്റർ കോളേജ് ക്യാന്റീനിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതേ പെൺകുട്ടി അതിലൂടെ കടന്നുപോയി. പെൺകുട്ടി തെന്നി വീഴാൻ പോയപ്പോൾ പീറ്റർ വേഗത്തിൽ അവളെ താങ്ങി നിർത്തി. പീറ്ററിന്റെ ഈ വേഗത കണ്ട് അവൾക്ക് അവനോട് പ്രണയം തോന്നി. അപ്പോൾ പീറ്റർ തന്റെ കയ്യിൽ ഒരു സ്പൂൺ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കണ്ടു. അത് മാറ്റാൻ ശ്രമിച്ചപ്പോഴാണ് സ്പൂൺ ചിലന്തി വലയിൽ ഒട്ടിപ്പിടിച്ചതാണെന്ന് അയാൾക്ക് മനസ്സിലായത്. പിന്നീട് മറ്റൊരു വല പുറത്തേക്ക് വന്ന് ദൂരെ ഇരുന്ന പ്ലേറ്റിൽ ഒട്ടിപ്പിടിച്ചു. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ പീറ്റർ അറിയാതെ പ്ലേറ്റ് ഫ്ലാഷിന്റെ നേരെ എറിഞ്ഞു. അപകടം മണത്തപ്പോൾ പീറ്റർ അവിടെ നിന്ന് പാഞ്ഞു രക്ഷപ്പെട്ടു. പക്ഷേ ഫ്ലാഷ് ഇപ്പോൾ അയാളുടെ പിന്നാലെയായിരുന്നു. പെട്ടെന്ന് ആരോ തന്നെ ആക്രമിക്കാൻ വരുന്നത് പോലെ പീറ്ററിന് തോന്നി. ലോകം മുഴുവൻ സ്ലോ